ഗോവിന്ദ ഗോപാല എന്ന വൈഷ്ണവ മന്ത്രം ഉരുവിട്ടുകൊണ്ട് മഹാദേവൻ്റെ 12 ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന പുണ്യമായ ഒരു ആചാരത്തെയാണ് ശിവാലയ ഓട്ടം എന്ന് പറയപ്പെടുന്നത്. ഈ ശിവാലയ ഓട്ടത്തിന് ഒരു ഐതിഹ്യമുണ്ട്. ഈ ശിവാലയ ഓട്ടങ്ങൾ നടത്തുന്ന ഈ 12 ശിവക്ഷേത്രങ്ങളും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയിലാണ്. പണ്ട് ഇത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളികളാണ് ഏറ്റവും കൂടുതലായിട്ടും ഈ ശിവാലയ ഓട്ടം നടത്താറുള്ളത്. ഈ ശിവാലയം ഓട്ടം നടത്തുന്ന ശിവഭക്തരെ വിളിക്കുന്ന പേര് ഗോവിന്ദൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യ കഥയുണ്ട്. പണ്ട് വ്യാഘ്രപാദൻ എന്നൊരു മുനി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെയധികം ശിവഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ ശിവൻ അദ്ദേഹത്തിന് അനുഗ്രഹിച്ച് നൽകിയതായിരുന്നു ഈ പുലിയുടെ കാലുകൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വ്യാഘ്രപാദൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഒരു വൈഷ്ണവ വിരോധി കൂടിയായിരുന്നു. അദ്ദേഹം ശിവനെ മാത്രമേ ആരാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷം അശ്വമേധ യാഗം നടന്ന സമയത്ത് ശ്രീകൃഷ്ണൻ്റെ ആഗ്രഹപ്രകാരം ഈ മുനിയെ കൂടെ ഇതിലോട്ട് അതിഥിയായി ക്ഷണിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്രകാരം ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, ശിവഭക്തനായ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും വേണം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വൈഷ്ണവ വിരോധം മാറ്റുകയും വേണമെന്നുള്ള ഒരു ഇത് ശ്രീകൃഷ്ണനുണ്ടായിരുന്നു. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഭീമസേനനെയാണ് അദ്ദേഹം നിയോഗിച്ചത്, ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട്. 12 രുദ്രാക്ഷങ്ങൾ ഭീമൻ്റെ കൈകളിൽ നൽകിയിട്ട് ഗോവിന്ദ ഗോപാല എന്ന ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നു ഭീമസേനനെ അയച്ചിരുന്നത്. അപ്രകാരം ഭീമസേനൻ വ്യാഘ്രപാദ മുനിയുടെ അടുക്കലെത്തുകയും അദ്ദേഹത്തിന് മുന്നിൽ ചെന്ന് ഗോവിന്ദ ഗോപാല എന്ന് ഉറക്കെ വിളിക്കുകയും ചെയ്തു. എന്നാൽ അതിൽ ക്രോധനായ മുനി ഭീമസേനനെ ഓട്ടിക്കുകയുണ്ടായി. ഭീമസേനൻ അദ്ദേഹത്തിൻ്റെ ക്രോധം ഭയന്ന് ഓടാൻ തുടങ്ങി. ഓടുന്ന വഴിയിൽ തൻ്റെ കൈകളിൽ ഉണ്ടായിരുന്ന രുദ്രാക്ഷങ്ങളിൽ ഒരു രുദ്രാക്ഷം തിരുമല എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വീഴുകയുണ്ടായി. ഉടൻ തന്നെ ആ രുദ്രാക്ഷം ഒരു ശിവലിംഗമായി മാറി. ശിവലിംഗം കണ്ട ഉടനെ തന്നെ ക്രോധം മാറി ഈ മുനി ശിവലിംഗത്തെ പൂജിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും ഭീമസേനൻ ഗോവിന്ദ ഗോപാല എന്ന് വീണ്ടും വിളിക്കുകയുണ്ടായി. പിന്നെയും കുപിതനായ അദ്ദേഹം പിന്തുടരുകയും ഇപ്രകാരം പുറകെ ഓടുകയും ചെയ്തു. ഇപ്രകാരം 11 സ്ഥലങ്ങളിലായിട്ട് 11 സ്ഥലങ്ങളിലായിട്ട് ഈ 11 രുദ്രാക്ഷങ്ങൾ വീഴുകയും 12ാമത്തെ സ്ഥലം എത്തിയപ്പോൾ മുനിയുടെ ക്രോധം മാറുന്നുണ്ടായിരുന്നില്ല. അതിൽ ഭയന്ന് ഭീമസേനൻ ശ്രീകൃഷ്ണനെ ധ്യാനിച്ചു. ഉടൻ തന്നെ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ മുനിക്ക് ശിവൻ്റെ രൂപത്തിലും ഭീമസേനന് വിഷ്ണുവിൻ്റെ രൂപത്തിലുമാണ് ദർശനം നൽകിയത്. അപ്രകാരം അവിടെ ശങ്കരനാരായണ പ്രതിഷ്ഠ ഉണ്ടാവുകയും ചെയ്തു. അവസാനത്തെ സ്ഥലം തിരുനട്ടാലം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഇരിക്കുന്നത് ശങ്കരനാരായണ പ്രതിഷ്ഠയാണ്. ഇപ്രകാരമാണ് അവിടെ ശങ്കരനാരായണ പ്രതിഷ്ഠ ഉണ്ടായത്. അതോടുകൂടി ശിവനോടും വിഷ്ണുവിനോടുള്ള കോപം മാറുകയും അദ്ദേഹം ഒരു ഈ ശൈവ വൈഷ്ണവ ബന്ധം ഉറപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഈ ക്ഷേത്രങ്ങൾ ഇവയൊക്കെയാണ്: തിരുമല, തിക്കുറിച്ചി, തൃപ്പരപ്പ്, തിരുനന്തിക്കര, പന്നിപ്പാകം, കൽകുളം, മേലാങ്കോട്, തിരുവിടൈക്കോട്, തിരുവിതാംകോട്, തൃപ്പന്നിക്കോട്, തിരുനട്ടാലം. ഈ 12 ക്ഷേത്രങ്ങളാണ് ഈ ശിവാലയ ഓട്ടത്തിന് ദർശിക്കേണ്ട സ്ഥലങ്ങൾ ഇവയാണ്. ഗോവിന്ദ ഗോപാല എന്ന് വിളിച്ചുകൊണ്ട് വെള്ള വസ്ത്രം ധരിച്ച് ആണ് ഇവിടെ ഭക്തർ ഓടിയെത്തുന്നത്. പണ്ട് കാലങ്ങളിൽ ഓടിയായിരുന്നു പോയി തൊഴുതുകൊണ്ടിരുന്നത്. അതായത് വെളുക്കുന്നതിന് മുമ്പ് ഈ 12 ക്ഷേത്രങ്ങളും ദർശിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ 12 ക്ഷേത്രങ്ങളിലും ദർശനം നടത്താൻ സാധിക്കും. അപ്പോൾ ഇപ്രകാരം കഴിയുന്നവർ ഈ ശിവാലയ ഓട്ടം, ശിവരാത്രി നാളിൽ ഈ ശിവാലയ ഓട്ടം നടത്തുന്നത് മനുഷ്യരുടെ ഏത് ആഗ്രഹങ്ങളും സാധിക്കുന്നതിന് വളരെ നല്ലതാണ് എന്ന് പറയപ്പെടുന്നു. ഇന്ന് ഇതിപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മുടെ മലയാളികളാണ് ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഈ ശിവാലയ ഓട്ടം എന്ന ആചാരം കൂടുതലായിട്ടും ആചരിക്കുന്നത് മലയാളികൾ തന്നെയാണ്. അപ്പം ഇതെല്ലാവർക്കും ഇതിൻ്റെ ഒരു ഐതിഹ്യം എല്ലാവർക്കും ഒരു പുതിയ അറിവായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.